ബിഗ് ബോസ് ഹൗസിൽ എന്തായാലും മൂന്നാൾക്കാരാണ് എന്തായാലും ഈ ആഴ്ച എന്തായാലും വ്യക്തി ആയിരിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ ആളെ നമുക്കറിയാം, രേണുസുതിയാണ്. എന്തായാലും സ്വമേധയെ കീഴടങ്ങിയാണ്. തനിക്ക് എന്തായാലും ഇവിടെ തുടരാൻ പറ്റില്ല, തനിക്ക് അങ്ങനെ ആക്റ്റീവായിട്ട് എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് എന്തായാലും ബിഗ് ബോസിന്റെ അടുത്ത് തുടരായി പറയുന്നതുകൊണ്ട് തന്നെ എന്തായാലും ബിഗ് ബോസ് ഹൗസ് തന്നെ രേണുസുതി എന്തായാലും പുറത്തേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ആള് നമ്മൾ കണ്ടു കാണുന്നില്ല, ശരത്തപ്പാനിയാണ്. അദ്ദേഹത്തിന്റെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണ്. ഈ പറയുന്ന തെറിവിളിയും കാര്യങ്ങളും എല്ലാം കൂടുതലാണ്. അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ എന്തായാലും ഈ പറയുന്ന ശരത്തപ്പാനയുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നതുകൊണ്ട് എന്തായാലും ശരത്തപ്പാനി എന്തായാലും ഇന്നലെ തന്നെ എവിക്റ്റ് ആയിട്ടുണ്ട്. എന്നാലും ഇന്ന എവിക്ഷൻ നടന്നിരിക്കുന്നത് ശൈത്യമാണ്. ശൈത്യയുടെ ഒരു കാര്യം നോക്കി നമുക്കറിയാം, അതായത് ചില സമയത്ത് ഭയങ്കര ആക്റ്റീവും ചില സമയത്ത് ഒട്ടും ആക്റ്റീവ് അല്ലാതെ ഒരു മൂലക്ക് മാറി നിൽക്കുന്ന ഒരാൾ മാത്രമാണ് ഈ പറയുന്ന ഒരു ശൈത്യയില്. പിന്നെ കുറച്ചിപ്പോ ലാസ്റ്റ് ഒരു ആക്റ്റീവായി തുടങ്ങിയത് ഈ പറയുന്ന അനുമോളുമായിട്ട് കുറച്ചൊരിത്തിരി പ്രശ്നങ്ങളൊക്കെ വന്നതിനെ തുടർന്നാണ്. ആദ്യം ഈ പറയുന്ന അനുമോളായിട്ട് ഒരു കമ്പനി ഉണ്ടായിരുന്ന സമയത്ത് ഫസ്റ്റ് നല്ല രീതിയിൽ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്ന സമയത്ത് ഒട്ടും ആക്റ്റീവ് അല്ലാതെ ഈ പറയുന്ന അനുമോളുമായിട്ട് മാറി ഇങ്ങനെ പല ആൾക്കാരെ കുറിച്ചും കുറ്റം പറയുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ പറയുന്ന ശൈത്യയുടെ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം ഈ പറയുന്ന അനുമോളുമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്താണ് പിന്നെ കുറച്ചധികം ആക്റ്റീവായിട്ട് നിൽക്കുകയും കുറച്ച് പൊട്ടിത്തെറികളും കാര്യങ്ങളുമായിട്ടൊക്കെ ഇത്തിരി സ്ക്രീൻ സ്പേസ് ഈ പറയുന്ന ശൈത്യം കിട്ടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് മറ്റു ഗ്യാങ്ങുകളുമായിട്ടും എല്ലാം ശൈത്യ കൂടുതലും മിംഗിൾ ചെയ്യാൻ ശ്രമിക്കുകയും അത്തരത്തിലൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടിയിരുന്നെങ്കിൽ പോലും ഒരു സോളോ ഗെയിമറായിട്ട് നോക്കുന്ന സമയത്ത് അത്രക്കൊരു ആക്റ്റീവായിട്ടൊരു ആൾ എന്നൊന്നും പറയാൻ പറ്റില്ല. അതായത് ഏതെങ്കിലും ഒരു കൂട്ടത്തിന്റെ പോകണമെന്നുണ്ടെങ്കിൽ കൂടെ ഒഴുകി പോകാം എന്നല്ലാതെ ഒറ്റക്ക് നിന്ന് അങ്ങനെ കളിച്ച് മുന്നേറാനുള്ള ഒരു കഴിവൊന്നും വലിയ രീതിയിലുള്ള ഒരു ആളാണ് ഈ പറയുന്ന ശൈത്യ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ശൈത്യയുടെ ഒരു വിഷയം കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ നടക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം ഭയങ്കര ഒരു സൈലന്റ് ആയിട്ടിരുന്ന ഒരു പ്ലെയർ തന്നെയായിരുന്നു. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ആയപ്പോഴാണ് കുറച്ചെങ്കിലും ഇത്തിരി ആക്റ്റീവായിട്ടെങ്കിലും വന്നതെന്ന് പറയാം. പക്ഷേ എങ്കിലും മറ്റ് പുതിയതായിട്ട് വന്നിരിക്കുന്ന വൈൽഡ് ഗാർഡൻ ഡ്രീംസുമായിട്ടും എല്ലാം താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ശൈത്യം വളരെയധികം വീക്ക് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണല്ലേ. പക്ഷെ എന്നാലും ഈ പറയുന്ന ശൈത്യം ഇന്നലെ വിക്റ്റായി എന്ന് പറയുന്നതിലും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് സൈഡിൽ നിന്നൊന്നും പുറത്തു വന്നിരിക്കുന്ന ന്യൂസോ കാര്യങ്ങളൊന്നും അല്ല. ഒഫീഷ്യലി അവർ സ്ഥിരീകരിച്ചുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇത്തരത്തിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള പല സ്പ്രെഡ് ആവുന്ന ന്യൂസുകളെ കുറിച്ചും പറയാറുണ്ട്. അതിനകത്തൊരു 90% കാര്യങ്ങളും നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോ ഇന്നലെ തന്നെ നോക്കുകയാണെങ്കിൽ രേണുസുതിയെ കുറിച്ച് പറഞ്ഞായിക്കോട്ടെ, അല്ലെങ്കിൽ നെവിൻ നേരത്തെ പുറത്തിറങ്ങിപ്പോയതിനെ കുറിച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൈൽഡ് ഗാർഡൻ ഡ്രീംസിന്റെ ആ ഒരു സമയത്തിനെ കുറിച്ച് ആയിക്കോട്ടെ, നമ്മളതെല്ലാം ഓൾറെഡി ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് പുറത്തുവിടുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ എന്തായാലും സംസാരിച്ചിട്ടുണ്ട്. കാര്യം അത് അവിടെ നടക്കുന്ന പല കാര്യങ്ങളും അവിടെ അവർ സംരക്ഷണം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിൽ സ്പ്രെഡ് ആവാറുണ്ടല്ലോ. അത് പല രീതിയിലും അത്തരത്തിലുള്ള ഡാറ്റകൾ എന്തായാലും പുറത്തേക്ക് വരാറുണ്ട്. അപ്പൊ അത്തരത്തിൽ വന്നിരിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ് എന്തായാലും ചൈത്യയുടെ ഒരു കാര്യം. അപ്പൊ എന്തായാലും 100% സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ ഒഫീഷ്യലി അവരുടെ സൈഡിൽ നിന്ന് പുറത്തുവിട്ടുള്ള ഒരു ഡാറ്റയോ കാര്യങ്ങളൊന്നും അല്ല. എങ്കിലും ഇതെന്തായാലും കിടന്ന് കളിക്കുന്നുണ്ട്. അത് ശരിയാവാനുള്ള സാധ്യത വളരെ വലുത് തന്നെയാണ്.